അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു കേരള സ്റ്റൈലിൽ നല്ല ക്രിസ്പി ആയിട്ട് കപ്പ വറുത്തത് ഉണ്ടാക്കാം എന്ന വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കപ്പ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത കപ്പ നല്ല നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പ് എടുക്കുന്നതിന് ശേഷം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക, വെള്ളമില്ലാതെ വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പാനോ യൂസ് ചെയ്ത് അത് നല്ല ചൂടായതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലോ നമ്മൾ വെളിച്ചെണ്ണയോ ഒഴിക്കുക, നമ്മളെ ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് മാറി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അന്നേരം നമ്മളെ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യൊന്നും കൊള്ളാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തവിയിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാതിരിക്കുക. അപ്പോൾ നല്ലതായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതേസമയം തന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലാണ് അത് കലക്കേണ്ടത്. അപ്പോൾ ആ കലക്കിയ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കപ്പയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പിടിച്ച് കാണും, ഒരു 10-15 കഴിയുമ്പോൾ പിടിച്ച് കാണും. ഗ്യാസ് കുറച്ച് വയ്ക്കാൻ കൊടുക്കുക ആ സമയം. അതിന് ശേഷം ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഉപ്പുമായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞേക്കും. ഇത് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം തീ കുറച്ചിട്ട് നമുക്കറിയാമല്ലോ ആവശ്യമുള്ള തീയിൽ കുറച്ചും കൂട്ടിയും നമുക്കതൊന്ന് വേവിച്ചെടുക്കുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക. അത് വേകുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ കൂടുതലും ചീനി മരിച്ചിനൊക്കെ പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ അറിയാമെന്നുള്ളൂ. പിന്നെയാണ് കപ്പ കൊള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മരിച്ചിനെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയണതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളെടുക്കുന്ന കപ്പ നല്ലപോലെ ഒന്ന് എണ്ണയൊന്നും ഇല്ലാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ബാക്കി ഉണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ കരിവേപ്പില ഇട്ട് കോരി നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം അത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കപ്പയിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം നല്ല മണം വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കപ്പയിലോട്ട് ലേശം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എരി അനുസരിച്ച് ആഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റൽമുളക് പൊടിച്ചതോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടിയും കുരുമുളക് ലേശത്തിനും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടാനുസരിച്ച് എരിവനുസരിച്ചും ചെയ്ത് കൊടുക്കാം. നമ്മളെ ഓപ്ഷണൽ മാത്രമാണത്. ഓക്കെ. അതിനുശേഷം നല്ലതായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ആക്കാം കേട്ടോ. കൈ ഉപയോഗിച്ച് മിക്സ് ആക്കാം. കൈ നല്ല കഴിവ് കേട്ടോ. പിന്നെ കൈ എരിയാൻ സാധ്യതയുണ്ട് നമ്മളിടുന്ന മുളക് നല്ല എരിയുള്ളതാണെങ്കിൽ. ഓക്കെ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണ് നമ്മൾ ഈ കപ്പ ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇത്രയും നല്ല ഹെൽത്തി ഫുഡ് വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങണം അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.